ഗീതു, നിന്റെ ഹാർട്ട് ബീറ്റ് എനിക്ക് കേൾക്കാം. നീ ടെൻഷനിലാണോ? കുഞ്ഞുനാൾ മുതൽ വലിയ വീടിനോടും വില കൂടിയ കാറിനോടും ഒക്കെ എനിക്ക് വല്ലാത്ത കൊതിയായിരുന്നു. അതെല്ലാം ഉള്ള ഒരാളെ ഫേസ്ബുക്കിൽ പരിചയപ്പെട്ടപ്പോൾ അറിയാതെ ഞാൻ... അതേ മതി, നിർത്ത്. നീ പറയാതെ തന്നെ എനിക്കെല്ലാം മനസ്സിലാവും. ഞാനിന്ന് നല്ല സന്തോഷത്തിലാണ്. നീ ചുമ്മാ അതും പറഞ്ഞ് എൻ്റെ മൂഡ് നശിപ്പിക്കില്ലേ? ഇപ്പോൾ നിൻ്റെ ടെൻഷൻ മാറിയില്ലേ? എന്നാൽ പിന്നെ നമുക്കൊരു കളി കളിച്ചാലോ? പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞത് കാര്യം ഒറ്റണം തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇത്ര നേരമായിട്ട്. ഓ പിന്നെ പോലീസുകാർ വന്നപ്പോൾ മല പറയും. എന്നാലും അവന്മാർ എങ്ങോട്ടായിരിക്കും പോയത്? ആളീ പരിശ്രമം വിട്ടൊന്നും പോയിട്ടില്ല. എല്ലാവരോടൊന്ന് കരുതിയിരിക്കാൻ പറയണം. അടുക്കള വാല് ചവിട്ടി പൊളിച്ച് അവനകത്ത് കയറിയത്. ഭാസ്കരേട്ടൻ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ അവൻ്റെ കത്തി പുള്ളിയുടെ പള്ളക്ക് കയറിയനെ. എന്തായാലും ആ കള്ളൻ അവിടെ നിന്നും എടുത്തിട്ടില്ല. ആ ചേച്ചി കിടന്ന് ഉറക്കെ കറഞ്ഞപ്പോൾ ആ കള്ളൻ പുറത്തേക്ക് കൂടി. അവൻ ഈ പരിസരത്ത് എവിടെയോ ഉണ്ട്. ഞാനും കൂടി കുറച്ച് കള്ളനെ പിടിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഇന്നേവരെ കള്ളനെ കണ്ടില്ല, സിനിമയിൽ മാത്രമേ കണ്ടുള്ളൂ. ഇങ്ങനെ കുരുത്തം കേട്ട സാധനം എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോഴത്തെ പിള്ളേരെല്ലാം കണക്കാ. നീ ആരാ? മനേട്ടാ, ഞാനാ ദിലീപ്. എന്താ മനോജേട്ടാ, ഈ സിറ്റ് ഔട്ടിലെ ലൈറ്റൊക്കെ ഒന്നിട്. മനേട്ടാ, ആ ഭാസ്കരേൻ്റെ വീട്ടിൽ കള്ളം കയറി. അവനിതുവരെ പിടിക്കാൻ പറ്റിയിട്ടില്ല. അവൻ ഈ പരിസരത്ത് എവിടെയുണ്ട്, ഒന്ന് കരുതി ഇരുന്നോണം കേട്ടോ. ആ മനോജേ, എന്തെങ്കിലും സംശയം തോന്നിയാണെങ്കിൽ ഞങ്ങളുടെ നമ്പറിലേക്കൊന്ന് വിളിച്ചേക്ക് കേട്ടാ.
അമ്മ എന്തേ കാണിച്ചേ? നിന്റെ മനസ്സിന് മാറ്റം വന്നു തുടങ്ങിയെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാ രതീഷ് പറഞ്ഞയച്ചയാള് ഇന്ന് രാത്രിയോടെ വന്നപ്പോ നിന്നോട് പോലും പറയാതിരുന്നത്. ഇവനെ കൊന്നിട്ട് പറയാന്ന് വിചാരിച്ചു. അമ്മ, നമ്മൾ എന്തോരം ദ്രോഹിച്ചമ്മ മനോജിനെ. എന്നിട്ട് ആ മനുഷ്യൻ നമ്മളെ എന്തെങ്കിലും... നീ കൂടുതൽ വർത്താനൊന്നും പറയണ്ട. നീ ഇങ്ങോട്ട് വന്നേ. രതീഷേ, സംഭവം എല്ലാം ഓക്കെയാണ്. ഇല്ല, വണ്ടി ഞാൻ മാറ്റിയിട്ടിരിക്കുക. പിന്നെ സംഭവം ടെറസിൻ്റെ മുകളിലാണ് കിടക്കുന്നത്. രതീഷേ, ആ മനോജിൻ്റെ ബോഡി എത്രയും പെട്ടെന്ന് ഒന്ന് മാറ്റണം. ഇല്ല, അവരെന്താ എൻ്റെ കൂടെ തന്നെ. അയ്യോ, താക്കോൽ എവിടെ പോയല്ലോ? ഇനിയിപ്പോ എന്ത് ചെയ്യും? ടെറസിൻ്റെ മുകളിൽ എവിടെയെങ്കിലും കാണും. ഞാൻ പോയി നോക്കിയിട്ട് വരാം. നിങ്ങളോട് നിൽക്കാം. ഈ പട്ടി കിടന്ന് ഭയങ്കര കൊരയാണല്ലോ അമ്മ. ഇനിയിപ്പോ ഇവിടെ നിൽക്കുന്നത് അത്ര പന്തിയല്ല. ആ കാലമാടിനെ താക്കോല് കൂട്ടി കളയാൻ കണ്ട സമയം. നീ ഇങ്ങ് വന്നേ, പോയി നോക്കിയിട്ട് വരാം.